വിജയരാജമല്ലിക മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവയിത്രിയാണ് തൃശൂർ സ്വദേശിനിയായ വിജയരാജമല്ലിക. KSEB സൂപ്രണ്ടായിരുന്ന കൃഷ്ണന്റെയും അധ്യാപികയായ ജയയുടെയും മകനായാണ് മനു കൃഷ്ണൻ ജനിച്ചത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിജയരാജമല്ലികയായി. പുറംനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും പൂർത്തിയാക്കി. രാജഗിരി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. വിവിധ മതസംഘടനകൾക്കിടയിൽ സാമൂഹിക പ്രവർത്തനം നടത്തിവരുന്നു. തൃശൂർ മണ്ണൂത്തി സ്വദേശിയും എഞ്ചിനീയറുമായ ജാഷിമാണ് ഭർത്താവ്. വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ മറികടന്ന് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച അവരുടെ പ്രണയ വിവാഹം കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു നടന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയുടെ മനോവ്യാപാരങ്ങൾ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഒരു ആൺ ശരീരത്തിനകത്ത് ഒരു പെണ്ണിരുന്ന് കാണുന്ന ലോകം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണത്. ഒരു സാധാരണ സ്ത്രീ കാണുന്ന ലോകമല്ല. ഒരു ആൺ ശരീരത്തിന്റെ അകത്തുള്ള സ്ത്രീ ഒരു മറയ്ക്കകത്തിരുന്ന് ഒരു സ്ത്രീ ലോകം കാണുന്നത് അത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ കാഴ്ചയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകൾ അത് ഒരു മഴവില്ല് പോലെ വളരെ സുന്ദരമാണ്. 2022 കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് വിജയരാജമല്ലിക. 50 കവിതകൾ ഉൾപ്പെടുന്ന ദൈവത്തിന്റെ മകളാണ് ആദ്യ കവിതാ സമാഹാരം. ആൺനദി, ലില്ലിത്തിന് മരണമില്ല എന്നിവ മറ്റു കവിതാ സമാഹാരങ്ങളാണ്. മല്ലികാ വസന്തം എന്ന പേരിലാണ് ആത്മകഥ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ മകൾ എന്ന കവിതാ സമാഹാരം മദ്രാസ് യൂണിവേഴ്സിറ്റി പാഠപുസ്തകം ആക്കി. മനു ജയകൃഷ്ണൻ വിജയരാജമല്ലികയായി മാറുന്നതിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളും യാതനകളുമാണ് ദൈവത്തിന്റെ മകൾ എന്ന കൃതിയിൽ. കേരളത്തിലെ ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന പ്രശ്നങ്ങളും ഈ കവിത ചർച്ച ചെയ്യുന്നു. മരണാനന്തരം എന്ന കവിത MG സർവകലാശാലയിലും നീലാംബരി എന്ന കവിത കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലും പാഠ്യപദ്ധതിയായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ട്രാൻസ്ജെൻഡറുടെ കവിത പാഠ്യപദ്ധതിയിൽ ഭാഗമാകുന്നത്. അരളി പുരസ്കാരം, യുവകല സാഹിത്യ പുരസ്കാരം, വയലാർ കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലോകം പിറകിലുണ്ട്. തിരിഞ്ഞു നോക്കാതെ ഇനിയും മുന്നോട്ട് നടക്കുമെന്ന് സദ്ധൈര്യം വിജയരാജമല്ലിക അഭിപ്രായപ്പെടുന്നു. സമാധാനപരമായ ജീവിതത്തിന് ഒരു ട്രാൻസ്ജെൻഡറിന് കടമകൾ ഏറെയുണ്ട്. മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നവർക്ക് തുടർ ജീവിതം വെല്ലുവിളിയുടേതാണ്. എത്ര പുരോഗമനം പറഞ്ഞാലും ഒരു ട്രാൻസ്ജെൻഡറിന് മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. മറ്റുള്ളവരെ പോലെ പഠിക്കാനും തൊഴിൽ ചെയ്ത് ജീവിക്കാനുമുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നവരാണ് അവർ. എത്ര കുടുംബങ്ങൾ ഇന്ന് ആണും പെണ്ണുമല്ലാത്ത മക്കളെ അംഗീകരിക്കുന്നുണ്ട്, അവരെ സ്വീകരിക്കുന്നുണ്ട്. ആണാക്കി വളർത്തിയ ഒരു കുട്ടി പെണ്ണായി മാറിയെന്നൊരു ഒറ്റക്കുറ്റത്താൽ അതിനെ തെരുവിലേക്ക് വലിച്ചെറിയുന്നതും സ്വന്തം അമ്മമാർ തന്നെയാണ്. ശരീരത്തിൻ്റെ സാധ്യതകളും പരിമിതികളും തിരിച്ചറിഞ്ഞ എത്ര സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ. നീലത്തിമിങ്കൽ പോലും ആണായി പിറന്ന് പെണ്ണായി മാറി പ്രസവിക്കുന്ന ഒരു മാമലാണ് അവർ. പക്ഷേ സമൂഹത്തിൽ ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് സാമൂഹ്യമായിട്ടുള്ള വിവേചനങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് ആണും പെണ്ണും മാത്രമായിട്ടാണ്. അവൻ്റെ ചിന്തയും അവൻ്റെ മനോവ്യാപാരങ്ങളും അവൻ്റെ ശാരീരികമായിട്ടുള്ള പ്രകടനങ്ങളും ഒന്നുകിൽ ആണിലേക്ക് അല്ലെങ്കിൽ പെണ്ണിലേക്ക്. അതിനതീതവും അതിനിടയിലുമായി ജീവിക്കുന്നവർ മനുഷ്യരല്ല, ശാപം കിട്ടിയവരാണെന്ന് വിശ്വസിക്കുന്ന മതസംഘടനകളുള്ള ഈ നാട്ടിൽ നമ്മൾ എവിടെ നിന്നാണ് മാറ്റം കൊതിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഒരു ചെറിയ കവിതയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കവിതയുടെ പേര് ജീവലോകം എന്നാണ്. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ജെൻഡർ നിർണ്ണയിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത്തരം സമൂഹത്തിലേക്ക് ഒരു ചൂണ്ടുവിരലാണ് ഈ കവിത. കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാൻ നോട്ടം ഒന്ന് പോരെ എന്ന് അപ്പോട്ടിക്കിരി. ചുമ്മാതിരി, ഒന്നും മിണ്ടാതിരി, പെണ്ണും ആണും മാത്രമോ ജീവലോകം. ഭിന്നലിംഗക്കാർക്കായി ഒരു റെസിഡൻഷ്യൽ സ്കൂൾ എന്ന സ്വപ്നം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ആർക്കും ഉപദ്രവമില്ലാതെ അവരും ജീവിക്കട്ടെ. കുറവുകൾ ഏറെയുള്ള നമുക്ക് അവരെ ശിക്ഷിക്കാൻ എന്തവകാശം? അവരും ഭൂമിയുടെ അവകാശികൾ. സസ്തനികൾ ആടുന്നു, മത്സ്യങ്ങൾ ചിറകടിച്ചു നീന്തുന്നു, പക്ഷി മൃഗാദികൾ പാടുന്നു, മരങ്ങൾ ചില്ലകൾ നീട്ടി ചിരിക്കുന്നു. പാവ മനുഷ്യരോ ഇടകലർന്ന ലിംഗത്തിന്റെ പേരിൽ നവജീവനുകളെ തെരുവിൽ തള്ളുന്നു. ആൾക്കൂട്ടത്തോടൊപ്പം ചേരുന്നു, ഉരുളങ്കല്ലുകൾ വാരി എറിയുന്നു. ഉരുളങ്കല്ലുകൾ വാരി വാരി എറിയുന്നു.